ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഇന്നലെ ഒരു ലൈവ് കണ്ടു, ഇന്നൊരു വീഡിയോസ് കണ്ടു. അപ്പോൾ അതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചെന്ന് പെടരുത്, ലൈവിൽ വന്ന് സൗഹൃദം കാണിക്കുന്നവരുമായിട്ട് നിങ്ങൾ ചങ്ങാത്തം കൂടരുത്. അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്നും അങ്ങനെ ചങ്ങാത്തം കൂടി ആരെങ്കിലും പണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രായം ഇന്നലെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രായമോട് പറയുവാനുള്ളത്, നിൻ്റെ കയ്യിൽ നിന്നോ നിൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും പണം തട്ടിയിട്ടുണ്ടെങ്കിൽ നീ ആ തെളിവ് സോഷ്യൽ മീഡിയയിൽ ഇടണം. പിന്നെ രണ്ടാമത്തെ കാര്യം നീ പറഞ്ഞത്, ഇവിടെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും തമ്മിൽ പലതരത്തിലുള്ള അടി പിടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ അടി, അതായത് യൂട്യൂബേഴ്സ് തമ്മിലുള്ള അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പാവും, ഞങ്ങൾ ഒന്നാവും. കാണുന്ന നിങ്ങൾ സസ്യകളാണ്, നിങ്ങളുടെ ഡാറ്റ കളയുന്നു, നിങ്ങളുടെ സമയം കളയുന്നു, നിങ്ങളെ എനർജി കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ കാണുന്നു. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, ഞങ്ങൾക്ക് ഡോളർ, ഞങ്ങൾക്ക് അതിനുള്ള വരുമാനം കിട്ടും. കാണുന്ന നിങ്ങളാണ് പൊട്ടന്മാർ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ വൈകിട്ടത്തെ ലൈവിൽ പറഞ്ഞു, നജ്ലയും രായമ്മയും ഒന്നാകുന്നു, അതിനാണ് നജ്ലയുടെ കാൽക്കിലേക്ക് രായമ്മ ചെല്ലും എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രായമ്മ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പോകില്ല, ആരുടെയും കാല് പിടിക്കില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ ഈ രായമ്മ എന്ന് പറയുന്ന സ്ത്രീ മുട്ടു വിറച്ച് തന്നെയാണ് ഇപ്പം നജ്ലയ്ക്കെതിരെ വീഡിയോസ് ഇടാത്തത്. രായമ്മ പറയുന്നുണ്ട്, അവർ പിന്നെ ഇത് തുടങ്ങി, ബിസിനസ് തുടങ്ങി, അവരുടെ ജീവിതം നല്ല രീതിയിലായി എന്നൊക്കെ രായമ്മ പറയുമ്പോഴും ഞാൻ രായമ്മോട് ചോദിക്കട്ടെ, ജുമൈലയുടെ ഭർത്താവ് തന്നെയാണ് ഷാന്, ജുമൈലയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ എന്താ? ഇന്നലെ നിൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ജുമൈല വന്നിട്ട് പറയുന്നുണ്ടല്ലോ, പച്ചമാവിൻ്റെ പൊടി വേണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടല്ലോ. നീ അവിടെ കളിയാക്കുകയാണല്ലോ ചെയ്തത്. എന്തേ നിനക്ക് പറയായിരുന്നില്ലേ ജുമൈലെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇനി അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ, അവർ നല്ലപോലെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. എന്താ നീ പറയാഞ്ഞത്? നീ അവിടെ കളിയാക്കി ചിരിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നിനക്ക് എന്തായാലും കേസിൽ നല്ല ഭയമുണ്ട്. നീയല്ലേ പറഞ്ഞത്, ആലുവ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചു? അതായത് കൂട്ടിക്കൊടുപ്പുകാരി എന്ന് പറഞ്ഞ് അപമാനിച്ചു, മോളെ കൂട്ടിക്കൊടുത്തു എന്നുള്ളത് പറഞ്ഞ് അപമാനിച്ചു. അതുമാത്രമല്ല, ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തം മോളെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയി എന്നുവരെ നീ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അടക്കം എവിടെ കൊടുത്തിട്ടുണ്ട്? കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ഉമ്മറ ചെയ്തതിനെ പരിഹസിച്ച്, ഒരു മതത്തെയാണ് നീ പരിഹസിച്ചത്, ആ ഉമ്മയുടെ വിശ്വാസത്തെയാണ് നീ പരിഹസിച്ചത്. അതും നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഉമ്മറക്കാരി എന്നല്ലേ ഇനി പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പല തെളിവുകളോടും കൂടെ സോഷ്യൽ മീഡിയയിൽ നീ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം വരെ നീ ആ ഉമ്മയെ വേട്ടയാടിയിരിക്കുന്നു. ഡ്രാക്കുള, കൂട്ടിക്കൊടുപ്പുകാരി, പിമ്പ് എന്ന് പറഞ്ഞ് പല മോശം വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് നീ ആ ഉമ്മേനെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാസം വരെ നീ ഒന്ന് ചിന്തിക്കണം. ആ ഉമ്മ ഏകദേശം 1 വർഷത്തിന് മേലെയായി യൂട്യൂബിൽ നിന്നും പോയിട്ട്. നീ തന്നെയാണ് ചാനൽ പൂട്ടിച്ചിട്ടുള്ളത്. നീ നിൻ്റെ വളർത്തുമകൾക്കും പെറ്റ തള്ളയ്ക്കും വേണ്ടി അസുറ എന്ന കൂട്ടിക്കൊടുപ്പുകാരിയുടെ ചാനൽ ഞാൻ പൂട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടത്, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടത്, അതുവരെ നമ്മളെവിടെ കൊടുത്തിട്ടുണ്ട്? കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നീ ഒരു കാര്യം മാത്രമല്ല തെളിയിക്കേണ്ടത്. അസുറ ബീവി ഉമ്ര ചെയ്ത് പാപം കഴുകിക്കളയാനാണെന്നാണ് നീ പറഞ്ഞിട്ടുള്ളത്. അസുറ ബീവി ചെയ്ത പാപം എന്താണ്? അത് നിനക്കറിയാവുന്നത് കൊണ്ടാണല്ലോ നീ അസുറ ബീവി എന്ന് പറയുന്ന ആ പാപം കഴുകിക്കളയാൻ വേണ്ടി ഉമ്ര ചെയ്തു എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നീ ഒരുപാട് കാര്യങ്ങൾ നീ തെളിയിക്കണം. നിൻ്റെ ചപ്പീന പോലും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ എയർലൈറ്റിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മഞ്ജു പിള്ളയുടെ മോളേനെ അവിടെ ഞെക്കണം, ഇവിടെ ഞെക്കണം, നേരിടണം. നീ ബസ്സിൽ പോയി നിൽക്കടി, അവിടെ പിടിക്കട്ടെടി, നിൻ്റെ ഇവിടെ പിടിക്കട്ടെടി, നിൻ്റെ ഒരു മകളെന്ന നിലയ്ക്ക് ഉപദേശം നൽകിയതാണ് അത്രയും. ഉപദേശവും നൽകാം, റിയാക്ഷൻ വീഡിയോയും ചെയ്യാം. പക്ഷെ പരിധി വിട്ടി പോകുമ്പോഴാണ് ഇതുപോലുള്ള കേസുകൾ, കൂട്ടങ്ങൾ, കാര്യങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? നീ ഇപ്പോൾ നജ്ലയെ താങ്ങുന്നത് എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം.
നീ പറഞ്ഞല്ലോ അവളിപ്പോൾ നല്ലതുപോലെയാണെന്നുള്ളത്. അല്ല, നിനക്കിപ്പോൾ അവളുടെ വിവാഹം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വേണ്ടേ? പള്ളിയിൽ നിക്കാഹ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിനക്ക് ജുമൈലയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണ്ടേ? ജുമൈലയുടെ മോന് നീതി മേടിച്ചു കൊടുക്കണ്ടേ? എന്താണ് ഇപ്പോൾ അതൊന്നും വേണ്ടാത്ത? അതൊക്കെ നീ ചെയ്യേ. എന്താണ് അതൊന്നിപ്പോൾ അവൾ നല്ലതുപോലെയായി എന്ന് പറയുന്നത്? പിന്നെ അവളുടെ കുടുംബക്കാര്യമാണ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. നീ ഇത്രയും നാളും നജലയുടെ കുടുംബകാര്യത്തിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അല്ലേ? അവൾ 4 കെട്ടി ഷാനിനെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചു. അവളെ 3 ഭർത്താക്കന്മാരെയും വരും, മരിച്ചു പോയില്ലെങ്കിൽ ഞാൻ ഷംസുവിനെ കൂടി കൊണ്ടുവന്നിരുന്നു. അതൊക്കെ അവളുടെ കുടുംബക്കാരൻ തന്നെയാണ്. നീ ഈ 2-2.5 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നജലയുടെ കുടുംബക്കാരൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നീ ഭീമാ പള്ളിയിലെ ചന്ദനക്കുളം ഊത്തും കാര്യങ്ങളൊന്നല്ല നീ വിവരിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കച്ചവട കാര്യങ്ങൾ അതൊന്നുമല്ല നീ വർണ്ണിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. നജലയുടെ കുടുംബക്കാരൻ തന്നെയാണ് നീ വർണ്ണിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ആ മോളെ പോലും അവരിൽ നിന്നും അകറ്റി ആ മോളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച നീ പറയലുണ്ടല്ലോ നജലയല്ലേ, നജല അങ്ങനെ ഇങ്ങനെയൊന്നും നന്നാവൂല എന്നുള്ളത്. ഇപ്പം എങ്ങനെ നിനക്ക് നന്നാവും എന്നുള്ള തോന്നൽ വന്നത്? പിന്നെ എന്തോ പറഞ്ഞു നജലയെക്കുറിച്ച് നീ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് കണ്ടന്റ് ഉള്ളൂ എന്നുള്ളതും. എടി, നീ 2-2.5 വർഷം വരെ നജലയെ വിറ്റ് തന്നതുപോലെ ഒരാളും നജലയെ വിറ്റ് തന്നിട്ടില്ല. ഈ ഞാൻ പോലും ഇപ്പോൾ ഒരു 3 മാസമായിട്ടേ ഉള്ളൂ അവളെന്നെ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് എപ്പോഴാണ് അവൻ വന്ന് കള്ള് കുടിച്ച് കുട്ടികളെ ഉപദ്രവിച്ചു, അതിൽ തല്ലി പൊട്ടിച്ചു, എൻ്റെ വീട് തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് നിനക്ക് കുട്ടികളെല്ലാം വലുത്, നിൻ്റെ മുതൽ തൊട്ടപ്പോഴാണ് നിനക്ക് വേദനിച്ചത് എന്നുള്ളൊരു റിയാക്ഷനിലൂടെ ഞാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? നീ ആ പെണ്ണിൻ്റെ പള്ളയെ കിടക്കുന്ന കുട്ടി പോലും നികൃഷ്ട ജീവിയാണ്, നികൃഷ്ട ജന്തുവാണെന്ന് പറഞ്ഞ നിനക്ക് എപ്പോഴാണ് ഇപ്പം ആ കുഞ്ഞു പോലും നല്ലതായത്? ഷാനൊക്കെ നിനക്ക് എപ്പോഴാണ് നല്ലതായത്? നിനക്ക് വിമർശിക്കാം. നീ എന്തെല്ലാവരും പിന്നെ ഇത് അവളെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ വീട്ടിൽ രാത്രി 12 മണി കഴിഞ്ഞാൽ വേശ്യാലയം നടത്തുന്നു. ഇപ്പോൾ മറ്റവൻ അവിടെ ഉള്ളത് കാരണം കൊണ്ടാണ് കട്ടിലിൻ്റെ അടിയിൽ വേറെ ആരെയും കിടത്താൻ പറ്റാത്തത്. ഷഫീനയുടെ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ ആളെ കിടത്താൻ വേണ്ടിയിട്ടാണോ നീ അവിടെ പോയത്? അങ്ങനെ എന്തെല്ലാവരും രീതിയിൽ ആ പെണ്ണിനെ നീ പൊതുസമൂഹത്തിൽ പിച്ചി ചീന്തി എന്നിട്ടിപ്പം നീ പറയുന്നു അവൾ നന്നായി അതുകൊണ്ടാണ്. അല്ലടി, നിൻ്റെ മുട്ട് വിറയ്ക്കുന്നുണ്ട്, നിനക്ക് നല്ലതുപോലെ അറിയാം. നീ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? എനിക്ക് കേസില്ല, എനിക്ക് കേസില്ല, എനിക്ക് കേസില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് കേസുണ്ട് എന്നുള്ളതും ആ കേസ് ഏത് വകുപ്പാണെന്നുള്ളതും നിനക്ക് നല്ലതുപോലെ അറിയാം. ഈ അസുറ ബീവി നിൻ്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ വെച്ച് എവിടെയെങ്കിലും ഒരു നിന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും അവരൊരു കമൻറ്റെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നീ പറയണം, നീ അത് കോടതിയിൽ കൊണ്ടുവരണം. അവിടെയാണ് നീ വാദിക്കണേ വേണം. പിന്നെ എന്താ പറഞ്ഞു, നീ ആരുടെ കാൽക്കുലിക്കും വരില്ല എന്നുള്ളതോ? ഒരു ചാത്ത പട്ടിക്കും വേണ്ടടി നിന്നെ, ഒരു ചത്ത പട്ടിക്കും വേണ്ട നിന്നെ. മനസ്സിലായില്ലേ? നിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ വരെ ഇന്ന് ആ ഇത്തക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾ വരെ ആ ഇത്തക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ഞങ്ങളൊന്നും കോടതിയിൽ വരികയോ അവൾക്ക് അനുകൂലമായിട്ട് ഒരു കാര്യം സംസാരിക്കുകയോ ചെയ്യില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. നീ കൊണ്ടുവരണം, നീ ഷിയാസിനെ കോടതിയിൽ കൊണ്ടുവരണം. ഷിയാസിൻ്റെ അടുത്തേക്ക് സ്വന്തം മോളേനെ കൂട്ടിക്കൊടുക്കാനായിട്ട് അസുറ ബീവി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഷിയാസ് പറയണം, ഷിയാസ് അവിടെ കൊണ്ടുവരണം, ഷിയാസിനെ നീ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? അപ്പോൾ നീ കളിച്ച കളിയല്ല ആര് കളിച്ചത്, അസുറയത്തെ കളിച്ചത്. അവർക്ക് നിൻ്റെ കാല് പിടിക്കാൻ വരണമെന്നും താല്പര്യമില്ല, നീ അവരുടെ കാൽക്കലേക്ക് ചെല്ലണമെന്നും അവർക്ക് താല്പര്യമില്ല. നീ വ്യക്തമായ തെളിവുകൾ കോടതിയിൽ എത്തിക്കണം, അവിടെ വാദം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം. നീ അതിനനുസരിച്ച് ഒരു മതത്തെ പോലും കളിയാക്കുന്ന രീതിയിൽ ഉമ്മറ ചെയ്തവൾ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ച കള്ളത്തരമാണ്, കള്ളവിശ്വാസമാണ് എന്ന് പറഞ്ഞതിന് വരെ നിനക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നത്. കോടതി വഴി ആ ഉമ്മറ ചെയ്തത് കാരണം കൊണ്ടും പടച്ചവനിൽ വിശ്വാസം അർപ്പിച്ചത് കാരണം കൊണ്ടാണ് ആ ഉമ്മക്ക് ക്ഷമ കൊടുത്തത്. എടി, എന്നിട്ട് നിൻ്റെ വാട്സപ്പിലേക്ക് ആ ഉമ്മ കമൻ്റ് ഇട്ടില്ലടി, നീ എന്തിനാണ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിനക്ക് എന്താണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോഴും നീ 11 വോയിസുകൾ അയച്ച ആ ഉമ്മയെ തെറി വിളിക്കുകയാണ് ചെയ്തത്. എന്തായാലും നീ ഏത് സമയത്ത് കോടതിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം നീ അസുര ബീവിയുടെ കാരണം അടിച്ചു പോയിക്കുന്നത് കാണാൻ ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? നീ നോക്കിക്കോ, നീ ആ കേസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഈ ഷിയാസോ നിൻ്റെ ശിങ്കട്ടികളോ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഈ പറയുന്ന സകലരടി നിൻ്റെ ഹബ്സാമിന്ന് വരത്തില്ലടി. നീ ഇസ്ലാം അല്ലെന്നും നിൻ്റെ ചുണ്ടും ചെറിയും കണ്ടാൽ മതി എന്നുള്ളതും നിനക്ക് വൃത്തിയില്ല എന്നുള്ളതും എല്ലാം പറയുന്ന എല്ലാ തരത്തിലും
തരത്തിലുള്ള വോയിസും കാര്യങ്ങളും അപ്സാമയുടെയും അവിടെ ഉണ്ട്, നിനക്ക് കേൾക്കണം. നിനക്ക് കേൾക്കണം. എന്തായാലും ശരി. ഇനി നീ നച്ചിലേനങ്ങോട്ട് പൊക്കി അടിച്ചുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നമ്മൾ നാക്കി തുടച്ച് കൊടുത്തുവിടടി നീ കേട്ടോ, നല്ല നക്കി തുടച്ച് കൊടുത്തുവിട്.